ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ട്രിക്കുമായിട്ടാണ്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ചുരിദാറാണെങ്കിലും ബ്ലൗസ് ആണെങ്കിലും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. ബാക്ക് സൈഡിൽ മാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. അപ്പോൾ നമ്മളുടെ തുണിയിൽ കുറച്ച് കയറ്റി വെച്ചിട്ട് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്ലീവ് കട്ട് ചെയ്യാം. ബ്ലൗസിൻ്റെ ഇങ്ങനെ ആ സൈഡിൽ അളവിട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെർഫെക്റ്റായിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ചും കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ സ്ട്രൈറ്റായിട്ട് നമുക്കൊന്നും ചെയ്യാണ്ടാവില്ല. വേണ്ട എന്നാൽ നമുക്ക് എക്സ്ട്രാ തയ്യൽത്തുമ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ മെഷർമെൻറ്റിൻ്റെ അളവ് ഇവിടെ വീണിട്ടുണ്ടാവും. കണ്ട കറക്റ്റായിട്ട് വീണിട്ടില്ല നോക്കുക. എന്നിട്ട് നമുക്ക് സ്ട്രൈറ്റായിട്ട് ഇതേപോലെ വരച്ച് കൊടുക്കാം. ഇങ്ങോട്ട് വരച്ച് കൊടുക്കുക. ഇതേപോലെ തന്നെ നമ്മുടെ ബാക്ക് സൈഡ് ഇട്ടത് ഇത് ഫ്രണ്ടിൽ നമ്മൾ വരക്കുമ്പോൾ മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്രണ്ട് വരക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ ഇതല്ല നമ്മുടെ കട്ടിങ് ലൈൻ. അപ്പോൾ നമ്മൾ ഇതേപോലെ സ്ട്രൈറ്റായിട്ടൊന്ന് വരയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ ഇങ്ങനെ വരച്ചെടുക്കുക. നമ്മുടെ ഫ്രണ്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, വരച്ചു കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് അപ്പോൾ നമ്മൾ ഇത് ബാക്ക് വശമാണ്. നമ്മുടെ ഫ്രണ്ട് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എത്തിയിട്ട് നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുക്കണം. ഇവിടെ നമ്മൾ ഇതാക്കണം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഫ്രണ്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് വരച്ച ലൈൻ നോക്ക്, ഇതാണ്. ഇത് നമ്മൾ സെക്കൻഡ് വരച്ച ലൈനാണ്. അപ്പോൾ നമ്മൾ ഇതിന്മേൽ കൂടി തന്നെ അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡ് കിട്ടാൻ വളരെ എളുപ്പമാണ്. മനസ്സിലായില്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോണും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഒരു പീസ് കട്ട് ചെയ്യാൻ മറന്നിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. ഞാൻ കാണുന്ന സമയത്ത് അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.